ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞാനൊരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. മോർണിംഗ് റൂട്ടീൻ്റെ രാവിലെ തൊട്ട് ഏകദേശം ഉച്ച വരെ ഞാൻ എന്തൊക്കെ എൻ്റെ വീട്ടിൽ ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വ്ളോഗിലൂടെ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് ബ്രഷൊക്കെ ചെയ്ത് ഒരു ചെറിയ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ രാവിലെ ചെയ്യാറുണ്ട്. ഒന്നിൽ മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ഇത്രയേ ഉള്ളൂ. അതിനുശേഷം ഞാൻ ബെഡൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് എൻ്റെ വീഡിയോസ് ആദ്യം മുതലേ കാണുന്നവർ ഉണ്ടെങ്കിൽ അവർക്കറിയായിരിക്കും ഞാൻ മോർണിംഗ് റൂട്ടീനിൽ പക്കയായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് ബെഡ്ഷീറ്റ് വിരിച്ചിടുന്നത്. എനിക്കതൊരു പോസിറ്റീവ് വൈബ് തരാറുണ്ട് ഗൈസ്. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഷീറ്റൊക്കെ വിരിച്ച് ആ പണിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നേരെ അടുക്കളയിലോട്ട് പോവാണ്. രാവിലെ ഒരു കോഫി ഇട്ട് കുടിക്കും. ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ കോഫിയാണ് കുടിക്കുന്നത്, വേറൊന്നുമല്ല. ആ ഉറക്കത്തിൻ്റെ ആ ഒരു മന്ദതയൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഞാൻ കോഫി ഇട്ട് കുടിക്കാറുണ്ട്. അതിനുശേഷം ഇന്ന് രാവിലെ ഞങ്ങൾ ദോശയാണ് ഉണ്ടാക്കുന്നത്. പുറത്തുനിന്ന് മാവ് മേടിച്ചത് ബാലൻസ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പം അത് വെച്ചിട്ട് ദോശയും ചമ്മന്തിക്കറിയും രാവിലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ദോശ ഉണ്ടാക്കുന്ന പരിപാടിയിലോട്ട് അങ്ങോട്ട് മാറി. അമ്മ സൈഡിൽ കൂടെ ചമ്മന്തിക്കറി പരിപാടികൾ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നേരെ അതുണ്ടാക്കി ഞാൻ കഴിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ മാക്സിമം സ്കിപ്പ് ചെയ്യാറില്ല ഇപ്പം കുറച്ച് നാളുകളായിട്ട്. അപ്പം 2 ദോശ വെച്ചിട്ടേ ഞാൻ കഴിക്കാറുള്ളൂ. അങ്ങനെ 2 ദോശ എടുത്തു, ചമ്മന്തിക്കറി എടുത്തു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഖതം. അതിനുശേഷം എല്ലാ ദിവസവും ഇവിടെ തുണി കഴുകിയിടൽ അതുപോലെ തന്നെ മടക്കി വെക്കാൻ ഇഷ്ടംപോലെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് കുഞ്ഞിൻ്റെ, എൻ്റെ, അച്ഛൻ്റെ, അമ്മയുടെ എല്ലാവരുടെയും തുണി ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാൻ സാവധാനം അടുത്ത പണിയിലോട്ട് അങ്ങോട്ട് മാറുവാണ്. അപ്പോൾ രാവിലെ മോർണിംഗ് റൂട്ടീനിൽ മിക്കവാറും ഉള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ വീഡിയോസിലൂടെ നിങ്ങളെ കാണിക്കുന്നത്. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ തുണിയൊക്കെ മടക്കി കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഡൈനിങ് ടേബിൾ ഒന്ന് തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. ഡൈനിങ് ടേബിൾ ആസ് യൂഷ്വൽ എപ്പോഴും അഴുക്ക് പിടിച്ച് കിടക്കാറുണ്ട്. കാരണം നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നതിൻ്റെ എന്തായാലും അഴുക്കുണ്ടാവാറുണ്ട്. അപ്പോൾ രാവിലെ തന്നെ നനച്ച ഒരു തുണി വെച്ചിട്ട് ഞാനത് തുടയ്ക്കാറുണ്ട്. അതിനുശേഷം നേരെ ഞാൻ അടുക്കളയിലോട്ട് പോയപ്പോഴത്തേക്ക് അമ്മച്ചി കുറച്ച് മലക്കറിയൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നുണ്ടായിരുന്നു. സംഭവം ഇത് വേറെന്തോ കൂട്ടാൻ വെക്കാനായിരുന്നു വെച്ചിരുന്നത്. ഞാൻ പക്ഷേ അത് അവിയലിന് വേണ്ടിയിട്ട് അങ്ങ് അരിഞ്ഞു പോയി. അപ്പം ഞാനത് വിചാരിച്ചു എന്നെങ്കിൽ പിന്നെ അവിയൽ അങ്ങ് ആക്കാമെന്ന്. പിന്നെ കഴിഞ്ഞ ദിവസത്തെ മീൻകറി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അവിയലും പിന്നെ മീൻ വറുത്തയും കൂടെയൊക്കെ ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നേരെ ഞാൻ അവിയലിന് നീളത്തിൽ ഉള്ള വെജിറ്റബിൾസ് എല്ലാം അരിഞ്ഞ് റെഡിയാക്കുന്നുണ്ട്. എന്നിട്ട് അത് വെള്ളം ഒഴിച്ച് വേവിക്കാനും വെക്കുന്നുണ്ട്. അപ്പം പിന്നെ ഇന്ന് നമുക്ക് സ്പെഷ്യലായിട്ടുള്ള മീനെന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ പറയുന്നത് മഞ്ഞപ്പെണ്ണെന്നാണ്, കിളിമീനെന്നാണ് പൊതുവെ എല്ലായിടത്തും പറയുന്നതെന്ന് തോന്നുന്നു. കിളിമീൻ, ചെങ്കലവ അങ്ങനെയൊക്കെ ആ പേരിലൊക്കെ അറിയപ്പെടാറുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ. അപ്പം ഇത് അവിയലിനുള്ള അരപ്പ് റെഡിയാക്കുകയാണ് കേട്ടോ. കൊച്ചുള്ളി, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, ജീരകം, കറിവേപ്പില, ഒരു പച്ചമുളക്, പിന്നെ തേങ്ങ, ഇത്രയും കൂടെ അരച്ച് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അരച്ചാണ് ഞാൻ അവിയലിനുള്ള അരപ്പ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അത് ഈ മീനിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ നാട്ടിൽ ഈ മീനിന് എന്താണ് പറയുന്നതെന്ന് നിങ്ങൾ കമൻസിലൂടെ പറയണം കേട്ടോ. ഞങ്ങളിവിടെ മഞ്ഞപ്പെണ്ണ്, കിളിമീൻ എന്നൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പം അത്യാവശ്യം വലിയ മീനും കൈകൊണ്ട് മുറിയാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് അമ്മച്ചി കണ്ടിച്ചോളാം. ഞാനാണെങ്കിൽ കത്രിക എടുക്കണം, പിച്ചാത്തി എടുക്കണം, വെറുതെ എന്തിനാണ് സമയം വേസ്റ്റ് ആക്കുന്നത്. അപ്പോൾ സൈഡിൽ കൂടെ അമ്മച്ചി മീൻ വൃത്തിയാക്കുന്നുണ്ട്. ഞാൻ അവിയലും റെഡിയാക്കി വെച്ചു. അങ്ങനെ പിന്നെ ഓൾറെഡി മീൻകറി ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പം ഞാൻ വിചാരിച്ചു മഞ്ഞപ്പെണ്ണ് നമുക്ക് മീൻ വറുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കൊണ്ടുവച്ച മീനെല്ലാം വരഞ്ഞു വെക്കുന്നുണ്ട്. എനിക്ക് ഈ മീൻ വരയാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കൊച്ചുനാളിലെ മുതലേ എനിക്ക് ഭയങ്കര ഇഷ്ടം, എന്താണെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഞാൻ മീനൊക്കെ വരഞ്ഞ് സെറ്റാക്കുന്നുണ്ട്. അതിനുശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മസാല, ഉപ്പ്, പിന്നെ എണ്ണയും കൂടി ഒഴിച്ചാണ് ഞാൻ ഈ മസാല ഒന്ന് കുഴച്ച പരുവത്തിൽ എടുക്കുന്നത്. അതിനുശേഷം കുറച്ച് നേരം ഒന്ന് സെറ്റിലാവാൻ വെക്കുന്നുണ്ട്. എന്നിട്ട് മീൻ വറുക്കാൻ വെക്കുന്നുണ്ട്. എണ്ണയൊക്കെ ഒഴിച്ച് നല്ലപോലെ വറുത്ത് എടുക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കിളിമീൻ വറുത്ത് തിന്നുന്നത്. എന്താണെന്ന് എനിക്കറിയത്തില്ല, ഒരു പ്രത്യേക ടേസ്റ്റാണ്. മീൻ കറിയേക്കാളിലും ഇത് വറുത്ത് തിന്നാനാണ് കേട്ടോ നല്ലത്. അങ്ങനെ അതെല്ലാം ചെയ്ത് ഉച്ചക്കലത്തെ ഫുഡിൻ്റെ പ്രിപ്പറേഷൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അടുക്കള അങ്ങ് വൃത്തിയാക്കി തുടച്ചിടുന്നുണ്ട്. രാവിലത്തെ പണി കഴിയുമ്പോൾ എന്തായാലും ചളംകുളമാവാറുണ്ട്. അങ്ങനെ ഞാൻ സാവധാനം എല്ലായിടവും തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ വീട്ടിലുള്ളൊരു പകുതി മുക്കാൽ ഒരുവിധം എല്ലാ പണികളും നമ്മുടെ മോർണിംഗ് റൊട്ടീനിൽ തന്നെ കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഞാൻ ഇതിൻ്റെ എല്ലാ റെസ്റ്റ് തീർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്നാക്സൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റ ആൻഡ് ബൈ ബൈ ഗൈസ്.